കേരളത്തിൽ ബീഹാർ മോഡൽ യാത്ര നടത്താൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആലോചിക്കുന്നതായി വാർത്ത. 2026 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഈ യാത്ര നടക്കുമെന്ന് സൂചനയുണ്ട്. മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതായി AICCയും KPCCയും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വലിയ ആലോചനകൾ ഇതിനും തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം കേരളം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും സംയുക്തമായി ഇത്തരമൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. ഹൈക്കമാൻഡ് നേരിട്ടുള്ള ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു യാത്ര ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അടുത്ത വർഷം ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ഈ യാത്ര നടത്താനാണ് ആലോചിക്കുന്നത്. നിലവിലിപ്പോൾ ഈ ഭരണം തിരിച്ചുപിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നായി ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് കേരളമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്തരമൊരു യാത്ര നടത്തി. അതായത് കേരളത്തിലെ 14 ജില്ലകളിലും ബീഹാർ മോഡൽ യാത്ര നടത്തി പ്രചരണം ശക്തമാക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഈ യാത്രയിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിക്കാനും ആലോചിക്കുന്നുണ്ട്. അത്തരം കൂടിയാലോചനകൾ ഇതിനും തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും നടന്നു. കാരണം രണ്ട് തവണകളായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ഇത്തവണ എങ്ങനെയെങ്കിലും ഭരണം തിരിച്ചുപിടിക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി നേരിട്ടിറക്കി തന്നെ ഒരു യാത്ര നടത്തി പ്രവർത്തനയാകെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ആവേശമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു യാത്ര ഇപ്പോൾ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷം ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ യാത്ര നടക്കുമെന്നാണ് വിവരം. അതിനു മുന്നോടി തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിൽ നിരവധി തവണ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തനമെല്ലാം തന്നെ വിലയിരുത്തി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി വാടക വീടുകളിൽ ഇതിനും തന്നെ എടുത്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും ഒരു ഭരണം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു യാത്രയ്ക്ക് എന്തായാലും കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതിന്റെ കൂടിയാലോചന ഇപ്പോൾ നേതൃത്വം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം അവസാനം UDF യോഗം നടത്താനും ഈ യാത്രയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാനും ഇന്നത്തെ നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.